ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ഫോൾഡിംഗ് ഫ്ലിപ്പ് ഫോണുകളൊക്കെ ഇഷ്ടമാണല്ലേ? ഇതാ ഈ കാണുന്ന പോലത്തെ ഫോൾഡ് ചെയ്യാവുന്ന മടക്കാവുന്ന ഫോണുകൾ. പക്ഷേ ഇതൊക്കെ ഭയങ്കര വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഇതിൽ കൈവയ്ക്കാൻ നിൽക്കാറില്ല. സാധാരണക്കാരന് ഇത്തിരി ബുദ്ധിമുട്ട് അതൊക്കെ വാങ്ങിക്കാൻ. പക്ഷേ ഇത് ടെക്നോ ഇൻഫിനിക്സ് പോലത്തെ ടീമുകളൊക്കെ ഇത് കൊണ്ടുവരികയാണെങ്കിൽ, അതായത് ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ ഏറ്റവും നല്ല വിലയ്ക്ക് ഫോണുകൾ കൊടുക്കുന്ന, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നല്ല സ്പെക്ക് കൊടുക്കുന്ന ബ്രാൻഡുകളാണ് ഇവരിങ്ങനെ ഒരു ഫോൾഡിംഗ് ഫോൺ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ അത് ഏറ്റവും നല്ല വിലയ്ക്ക് കൊണ്ടുവരില്ലേ? ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൊണ്ടുവരില്ലേ? യെസ്, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ മുംബൈയിൽ വന്നിരിക്കുന്നത്. മുംബൈയിലെ JW മാരിയറ്റ് എന്ന് പറയുന്ന ഹോട്ടലിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ടെക്നോ എന്ന ബ്രാൻഡ് അവരുടെ ഫോൾഡിംഗ് ഫോൺ അവതരിപ്പിക്കാൻ പോകുന്നത്. സോ നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു ഇവൻറ്റിനകത്ത് കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയുണ്ട് അവരുടെ ഫോൾഡിംഗ് ഫോൺ എന്നുള്ളത്. ഒപ്പം തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ Nikon C30 എന്ന് പറയുന്ന ക്യാമറയിലാണ്, വ്ളോഗിങ് ക്യാമറയിലാണ്. ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് വ്ളോഗിങ്ങിനൊക്കെ വേണ്ടി ഒരു ക്യാമറ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ക്യാമറ പ്രിഫർ ചെയ്യാം. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ യൂട്യൂബിൻ്റെ പ്രൊഡക്റ്റ് സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്. സ്പെക്ക് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. Nikon C30 എന്നാണ് ക്യാമറയുടെ പേര്, മറക്കണ്ട. ഓക്കെ, ലോഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫോൾഡിംഗ് ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കാം എത്രത്തോളം നന്നായിട്ടുണ്ട്. സോ നമ്മുടെ കയ്യിൽ ഫൈനലി കിട്ടിയിരിക്കുകയാണ് ഫാൻറ്റം V Fold എന്ന ഈ ഒരു ഫോൺ. ഈ ഒരു ഫോൺ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കെർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതായത് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഫ്രണ്ട് ഡിസ്പ്ലേ കെർവ്ഡ് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ? ഈ ഒരു കെർവ് ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിൽ നിന്നും അതുപോലെ ചെറിയൊരു കെർവ് ഉണ്ട്. ഈ രണ്ട് കെർവും കൂടി ചേരുന്നത് കൊണ്ട് തന്നെ ഫോൾഡിംഗ് ഫോൺ മടക്കി കൈ പിടിക്കുമ്പോൾ തോന്നുന്ന ആ ഒരു ബൾക്കിനെസ് കുറച്ചൊന്ന് കുറവ് തോന്നുന്നുണ്ട്. കുറച്ച്, വല്ലാണ്ടല്ല. 300 ഗ്രാം വെയിറ്റും ആ ഒരു തിക്നെസ് ഒക്കെ ഇതിനും ഉണ്ട്. പക്ഷേ ആ കെർവുള്ളത് കൊണ്ട് കുറച്ചുകൂടി ഒന്ന് കംഫർട്ടായിട്ട് നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പ് കണ്ടോ? ആ ഹിഞ്ച്, ആ ഒരു ഏരിയ, നമ്മുടെ മടക്കുന്ന ആ ഒരു സെൻട്രൽ പോർഷനിലൊരു ഗ്യാപ്പ് മുമ്പത്തെ ഫോൾഡിംഗ് ഫോണുകളിൽ കാണാറുണ്ട്. ബട്ട് ഇവർ ആ ഫോൾഡിനെ ഒഴിവാക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിനകത്ത് ഞാൻ കണ്ട മറ്റൊരു അഡ്വാൻറ്റേജ്, ഇതിൻ്റെ ക്രീസ് ലെവൽ വളരെ കുറവാണ്. നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ക്രീസ് ഉള്ളതായിട്ട് തോന്നുന്നില്ല ഇതിൻ്റെ ഡിസ്പ്ലേ ഞാൻ യൂസ് ചെയ്യുമ്പോൾ. കണ്ടോ? അത് തോന്നാത്തതിൻ്റെ കാരണം വളരെ നല്ല രീതിയിൽ തന്നെ അവർ അതിനെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ക്രീസ് ഫ്രീ എന്ന് ഏകദേശം പറയാം. കുറച്ചുണ്ട്, ബട്ട് എങ്കിലും പെട്ടെന്ന് നോട്ടീസബിൾ അല്ല. ഇനി ഇതിലാകെ എനിക്ക് തോന്നിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിന് ആ ഒരു ഹാഫ് മടക്കി വെക്കുന്ന ഒരു മോഡ് കൊടുത്തിട്ടില്ല. ഒന്നിൽ ഓപ്പൺ ആക്കി വെക്കാം, അല്ലെങ്കിൽ ക്ലോസ് ആക്കി വെക്കാം. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു അടിപൊളി ഡിസൈൻ എന്ന് പറയാമായിരുന്നു. സംഗതി എന്തായാലും ഇപ്പോഴും സൂപ്പറായിട്ടുണ്ട്. പ്ലസ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ ഇത് ഇത്തിരി ഡിഫറൻ്റ് ആണ്. സാധാരണ മുമ്പത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഫോൾഡിംഗ് ഫോണുകളുടെ ഫ്രണ്ട് ഡിസ്പ്ലേ എന്ന് പറയുന്നത് വളരെ വീതി കുറവാണ്. എന്നാൽ ഇത് അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ? ഇത് അത്യാവശ്യം നല്ല വീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫോൾഡിംഗ് ഫോൺ എന്ന രീതിയിൽ നമുക്കിത് മടക്കി ഈ രീതിയിലേക്ക് പിടിക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു സാധാരണ നോർമൽ ഫോണിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു നോർമൽ ഫോണായിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കാം. പ്ലസ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു ടാബായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. 6.42 ഇഞ്ച് ഫുൾ HD പ്ലസ് 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഉള്ളിലത്തെ ഡിസ്പ്ലേ 7.85 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതും 120 ഹെർട്സിൻ്റെ 2K AMOLED ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 90% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ പറയുന്നത്. 1100 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ക്വാളിറ്റിയിലൊന്നും പ്രശ്നം യാതൊന്നും കണ്ടില്ല. സഫിഷ്യൻറ്റ് ബ്രൈറ്റ്നസ്സും ഉണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് Dimensity 9000 പ്ലസ് എന്ന് പറയുന്ന MediaTekൻ്റെ പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊസസ്സറാണ്. അതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ലാത്ത നൈസായ ഒരു പെർഫോമൻസ് ആണ് നമുക്കിതിൽ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറകളാണ്. ക്യാമറയുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കാണുന്നത്. മെയിൻ ക്യാമറ 50 മെഗാ പിക്സലാണ്. പോർട്രേറ്റ് ക്യാമറ ഒരു 50 മെഗാ പിക്സൽ, അതായത് ടെലിഫോട്ടോ ലെൻസ്. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറ 13 മെഗാ പിക്സൽ. കവർ ഡിസ്പ്ലേയിലുള്ള സെൽഫി ക്യാമറ 32 മെഗാ പിക്സലും മെയിൻ ഡിസ്പ്ലേയിൽ 16 മെഗാ പിക്സലും കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോഴും ഓപ്പറേറ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെ ഫാസ്റ്റാണ്. ഈ ഒരു മിക്സ്ഡ് ലൈറ്റിങ്ങിനകത്ത് നിന്നുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ പറയുന്നില്ല. വരും ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ സംഘടിപ്പിച്ചിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നൊരു ടെസ്റ്റ് ചെയ്തിട്ട്, റിയൽ വേൾഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഇതിലുള്ള മറ്റൊരു നല്ല ഫീച്ചറാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ തന്നെ നമുക്ക് സെൽഫി ക്യാമറയായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാമറയാണ്, കണ്ടോ? മെയിൻ ക്യാമറയാണ് ഇതിൽ സെൽഫി ക്യാമറയായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈസി ആയിട്ട് നമുക്ക് മെയിൻ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സെൽഫി ക്യാമറ ഇമേജുകൾ എടുക്കാൻ സാധിക്കുന്ന ഒരു സൗകര്യമുണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫിംഗർ കൊണ്ട് മുകളിൽ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഒരു ആപ്പ് നമ്മുടെ സൈഡിലേക്ക് ഒതുങ്ങുന്നു. അടുത്ത ആപ്പിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫയൽസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് സിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിലേക്കും മറ്റൊക്കെ സിങ്ക് ചെയ്യാനോ ഒക്കെ നമുക്ക് ഇതുകൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് വിൻഡോകൾ ഓപ്പൺ ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ ഇതിനകത്ത് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഇത് ഇവരുടെ ഒരു ഫസ്റ്റ് ജനറേഷൻ ഫോണാണ്. എന്നിട്ട് പോലും പ്രധാനപ്പെട്ട എല്ലാ ഫീച്ചറുകളും അവർ അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഈ ഹൈ OS ബേസ്ഡ് ഓൺ Android 13 സെറ്റ് ചെയ്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയ വെർഷനും ഉണ്ട്, ഡീസൻ്റ് ആയ പെർഫോമൻസും ഉണ്ട്. ഗെയിമിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരും സമയങ്ങളിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യാം.
5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാറ്ററി ലൈഫിൻ്റെ കാര്യമൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഫാസ്റ്റ് ചാർജർ 45 വാട്ട് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നല്ല കാര്യം തന്നെ. ഇത് 2 കളറിലാണ് വരുന്നത്, ബ്ലാക്ക് വൈറ്റ് 2 കളറുകളിലുണ്ട്. എന്തായാലും ഓവറോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്, ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. ഇന്ത്യയിൽ തന്നെയാണ് ഇവർ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ആ അർത്ഥത്തിലും നമുക്കിതിനെ വെൽക്കം ചെയ്യാം. ഇതിൻ്റെ വില 88,888 രൂപയാണ്. 1.5 ലക്ഷത്തിന് മുകളിലാണ്. 1,60,000 റേഞ്ചിലാണ് ഫോൾഡിംഗ് ഫോണുകളുടെ വില എന്ന് ആലോചിക്കണം. അപ്പോഴാണ് ഇവർ ഈ ഒരു ഫോൺ നമുക്ക് 88,000 രൂപയ്ക്ക് ഓഫർ ചെയ്യുന്നത്. പ്ലസ് ആമസോണിലെ ഏർലി ബേർഡ് പ്രൈസ് നോക്കിയാൽ 77,777 രൂപയാണ്. ആ ഒരു പ്രൈസിന് ഈ ഒരു ഫോൾഡിംഗ് ഫോൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുണ്ട്. പ്ലസ് ഇതിനകത്ത് കുറച്ച് ഓഫറുകൾ കൂടി അവർ പറയുന്നുണ്ട്. 24 മാസത്തെ EMI, അത് നോ കോസ്റ്റ് EMI കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 6 മാസത്തിനുള്ളിൽ ഇത് താഴെ വീണങ്ങാനും ഡിസ്പ്ലേ ഒക്കെ പൊട്ടുകയാണെങ്കിൽ ഒരു തവണ ഫ്രീ ആയിട്ട് അവർ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അതും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് തന്നെ വന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി സർവീസ് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ട് തരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓഫറായിട്ടും പറയുന്നുണ്ട്. HDB ബാങ്ക്, അതിൻ്റെ കാർഡിന്മേൽ അങ്ങനെ ഒരു ബാങ്കിൻ്റെ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5000 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങളും ഇവരിതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഈ ഒരു ഫോൺ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവരുടെ ലോഞ്ച് ഇവൻറ്റിൽ ഇവിടെ നമുക്ക് കയ്യിൽ കിട്ടി. ആ ഒരു സമയത്ത് ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഈ പറയുന്നത്. ഇത് എങ്ങനെയുണ്ട് എന്നറിയണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഡീറ്റെയിൽ ആയിട്ട് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ കിട്ടി, അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത് വരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. സംഗതി എന്തായാലും ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. സോ എന്തായാലും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു പ്രൈസിന് ഇങ്ങനൊരു ഫോൺ ഇറക്കുമ്പോൾ? ഇനി വരും സമയങ്ങളിൽ ഇതിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഫോൾഡിംഗ് ഫ്ലിപ്പ് ഫോണുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഈ ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വരും സമയങ്ങളിൽ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്യും, നിങ്ങളുടെ താല്പര്യം അനുസരിച്ചുകൊണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.